ഉദ്യാന നഗരിയായ മെട്രോ സിറ്റിയായ ബാംഗ്ലൂരിലാണ് ഞങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുവപ്പിൻ്റെയും വെളുപ്പിൻ്റെയും മായാലോകത്തേക്ക് ചുവപ്പിനെയും വെളുപ്പിനെയും സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് തിരുമലയിൽ ജനിച്ച ശ്രീ രാമലിംഗം ബാംഗ്ലൂരിൽ ജോലിയുമായി എത്തി. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ മകനായി ജനിച്ച സെവൻ രാജും ഫാമിലിയുമാണ്. വെളുപ്പിനെയും ചുവപ്പിനെയും സ്നേഹിക്കുന്ന ആ കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ശ്രീ സെവൻ രാജ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പുഷ്പ സെവൻ രാജ്, മകൻ ഭരത് രാജ് ആൻഡ് മനീഷ സെവൻ രാജ്. നമസ്കാരം സർ. നമസ്കാരം. അച്ഛൻ തിരുവനന്തപുരം സ്വദേശിയാണ്. തന്നെ. തിരുവനന്തപുരം തിരുമല പൂജപ്പുര ജംഗ്ഷൻ PTP നഗറിലാണ്. അത് ശരി. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് അച്ഛൻ ജോലി കാരണമാണോ വരുന്നത്? അല്ലേ? തന്നെ. എവിടെയായിരുന്നു ജോലി? ആൾ ഇന്ത്യ ഡിസൈൻ സെന്ററിലായിരുന്നു, ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിലായിരുന്നു. പുള്ളി ഒരു വലിയ ആർട്ടിസ്റ്റും പിന്നെ ഒരു സ്കൾപ്ചറിസ്റ്റായിരുന്നു, ഐവറി സ്കൾപ്ചറിസ്റ്റായിരുന്നു. ഈ ആനക്കൊമ്പിലൊക്കെ കൊത്തുപണിയായിരുന്നു. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ മിസ്റ്റർ സെവൻ രാജ് ഇവിടെയാണ് ജനിക്കുന്നത്? ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ പഠിച്ചതൊക്കെ കന്നഡയാണ്. പിന്നെ ഇവിടെ എല്ലാ ഭാഷ 7 ഭാഷ സംസാരിക്കാൻ 7 തന്നെ. അതിനു മുമ്പ് സെവൻ രാജ്, ഞാൻ വീട്ടിൽ 7ാമത്തവനാണ്. സെൽവരാജ് എന്നൊക്കെ ആൾക്കാർ പേരെടുത്ത് ഒരു മാറിപ്പോവാതിരിക്കാനാണ് സെവൻ രാജ്. അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. ഞങ്ങൾ ഈ സിദ്ധാശ്രമത്തിന്റെ ഒരാൾക്കാരാണ്. ഈ ജാതി മതം ഒന്നും നോക്കത്തില്ല. കാരണം പേര് കൊണ്ടാണ് ജാതി മതം ഇതൊക്കെ മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്ക് പേരിട്ടത് നമ്പർ 7 എന്നാണ്. വീട്ടിൽ പേരിട്ടത് നമ്പർ 7 എന്നാണ്. സർട്ടിഫിക്കറ്റിൽ 7 എന്നാണ്. ഇല്ല, സർട്ടിഫിക്കറ്റിൽ 7 എന്ന് ഇട്ടത്. അത് ശിവൻ സ്കൂളിൽ ചേർക്കുമ്പം അവരെന്ത് ചെയ്തു, നമ്പർ 7 എന്ന് എഴുതാണ് ശിവനാക്കി. പിന്നെ സ്കൂൾ ലൈഫിലൊക്കെ ശിവകുമാർ ആയിരുന്നു. പിന്നെ ഞാൻ പിക്ചറിലൊക്കെ അഭിനയിക്കുന്ന ടൈമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കന്നഡ ലോക്കൽ ലാംഗ്വേജ് ആണ്, കന്നഡ ലാംഗ്വേജിലാണ്. ഒരു 7-8 പിക്ചറിൽ അഭിനയിച്ചു. എന്ത് വേഷമായിരുന്നു? വില്ലൻ റോളായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ റിയൽ ജീവിതത്തിൽ ആണ്. അപ്പോൾ ഈ വില്ലൻ ക്യാരക്ടറാണ് കന്നഡ ചിത്രം. ഏതെല്ലാം ചിത്രങ്ങളിലാണ്? ഇവിടെ കന്നഡ പിക്ചറിൽ മത്സര, ഒസാകാവ്യ, അനുകൂലയ്ക്ക് ബഗണ്ട, അത് രാജ്കുമാറുടെ മകനായിട്ട്. പിന്നെ ചെറിയ റോളായിട്ട്. പിന്നെ ലക്ഷ്മിയുടെ ഒസാകാവ്യ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ മോളായിട്ട് ഐശ്വര്യ റൈ ആയിട്ട് ചെറിയ റോളായിരുന്നു അതിലും. ഇങ്ങനെ ചെറിയ പിക്ചറിൽ അതിൽ മുമ്പോട്ട് വരാൻ പറ്റില്ല. ഞാനും ചെന്നൈയിൽ കോളേജ് ഓഫ് ആർട്സ് ക്രാഫ്റ്റ് പഠിച്ചത്. അപ്പോൾ ബാംഗ്ലൂരിൽ അച്ഛന് ജോലിയായിരുന്നപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് വിട്ടു പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ SLC കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അച്ഛന് ഒരു വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ മോനോ എന്നെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റ് ആവണം. എൻ്റെ അച്ഛൻ വരച്ച ഇതൊക്കെ ഭയങ്കര ഓൾ റിയലിസ്റ്റിക് ആണ്, നോട്ട് മോഡേൺ എന്ന് പറഞ്ഞ് പിടിക്കില്ല. ഇപ്പോൾ ലക്ഷ്മി, സരസ്വതി, ഇങ്ങനത്തെ വലിയ ആർട്ടിസ്റ്റ് ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം കയറുമ്പോഴത്തേക്കൊക്കെ. അപ്പോൾ 7 എന്നുള്ള പേരാണ് അച്ഛനിട്ട. അദ്ദേഹം ഒരു ഡിവോട്ടി ആയിരുന്നു. സിദ്ധാശ്രമത്തിന്റെ സ്വാമി ശിവാനന്ദ പരമഹംസയാണ് അതിന്റെ ഫോളോവേഴ്സാണ് ഞങ്ങൾ, ഫൗണ്ടർ. പിന്നെ സ്വാമി ശിവാനന്ദ പരമഹംസറാണ് അച്ഛന്റെ അമ്മയുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്ത ആള്. അന്ന് മുതൽ ചെറുപ്പത്തിൽ മുതൽ ഒരു വെജിറ്റേറിയൻ ആയിട്ട് സിഗരറ്റും ഡ്രിങ്ക്സും ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിയാണ് ബാംഗ്ലൂർ. പക്ഷെ അച്ഛന്റെ ഒരു വലിയ ഇതെന്തെന്ന് പറഞ്ഞാൽ ഇത്ര ഒരു 7 മക്കളായിരുന്നു ഞങ്ങൾ, 7ാമത്തവനായിരുന്നു. ഈ 7 മക്കളെ ഒരു വെജിറ്റേറിയനായിട്ട് ഒരു കമേഴ്ഷ്യൽ സ്ഥലത്ത് ജനിച്ചു വളർന്ന് അച്ഛൻ ഇത്ര സ്ട്രിക്റ്റായിട്ട് വളർത്തി. അതാണ് വലിയ അച്ചീവ്മെൻറ്റ്. എൻ്റെ അച്ഛൻ മുമ്പോട്ട് വരാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു 5 രൂപയോ കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഞാനായിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഇതാക്കിയത്. പക്ഷേ അച്ഛൻ കൊടുത്തത് 4 നല്ല ഗുണമാണ്. ഒന്ന്, സിഗരറ്റ് വലിക്കാതെ വളർത്തിയതും, പിന്നെ ഒരു ഡ്രിങ്ക്സ് ഇല്ലാതെ പക്ക വെജിറ്റേറിയൻ ആയിട്ട്, പ്യൂർ വെജിറ്റേറിയൻ. ഇതുവരെ മുട്ട വരെ തൊട്ടിട്ടില്ല. കാരണം ഇപ്പൊ മനുഷ്യൻ പിന്നെ ഒരു നല്ലൊരു ഡാൻസറും ആണ് ഞാൻ. എവിടെ പോയാലും ഡാൻസ് ചെയ്യും. ഇല്ല, ആൾക്കാർ വിചാരിക്കും ഇവൻ കുടിച്ചിട്ടാ ഡാൻസ്. പക്ഷെ ഇതുവരെ എൻ്റെ ഇതിൽ ഒരു ഡ്രോപ്പ് എൻ്റെ എടുത്തിട്ടില്ല. കാരണം സ്വാമിയുടെ ഒരു ഇതിൽ അച്ഛൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വിടും. ഞങ്ങൾ ഈ ജാതി മതം ഡെഡ് എഗ്നസ്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റഹീം എന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുമോ നിങ്ങൾ മുസ്ലിം ആണോ. അതേപോലെ ജോസഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിക്കും. രാജു എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് ചോദിച്ചാൽ. അപ്പോൾ അച്ഛൻ ഞാൻ ജനിച്ചപ്പോൾ വിചാരിച്ചു എൻ്റെ മോന് ഇങ്ങനത്തെ ഒരു ജാതി മതം ഒന്ന് 7 മക്കൾക്കും അതുപോലെയാണ്. എനിക്ക് മാത്രം അങ്ങനെ. ഞാൻ ജനിച്ചപ്പോൾ അച്ഛന് ഭയങ്കര ഇതായിരുന്നു, സ്പിരിച്വലായിരുന്നു, വൺലി മെഡിറ്റേഷൻ ആയിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു മകനായിട്ട് ഞാൻ ജനിച്ചത് വലിയ ഇതാണ്. അങ്ങനെയാണ് 7
7 എന്ന് പറഞ്ഞ ലോകത്ത് ഇപ്പോൾ എവിടെ പോയാലും ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് എവിടെ പോയാലും ഫൈറ്റാണ്. പിന്നെ ഒരു മുസ്ലിം പോയിട്ട് ഒരു ക്രിസ്ത്യൻ്റെ ഇൻ്റർവ്യൂവിന് പോയാൽ അവരിന് ജോലി കൊടുക്കില്ല. ഇവൻ ആ ജാതിയാണ്, ഈ ജാതിയാണ്. അപ്പോൾ അച്ഛൻ വിചാരിച്ചു എൻ്റെ മോന് ഒരു ജാതി മതം വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേരിട്ടത് നമ്പർ 7 എന്നാണ്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഒരു ജാതി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ഈ 7 എന്ന പേരിട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടോ? ഭയങ്കര സന്തോഷമാണ്. കാരണം ലോകത്തില്ലാത്ത ഒരു മോനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, ഇവനെന്താ പ്രാന്തനെ പോലെ ഒരു ഇങ്ങനത്തെ പേരിട്ടുണ്ട്, ആൾക്കാരൊക്കെ കളിയാക്കും. ഐ എം നോട്ട് ബോതഡ്. കാരണം എൻ്റെ അച്ഛൻ അത് കൊടുത്തത് വന്നിട്ട് എത്ര വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. ഇന്ന് എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്ത കാരണം ഞാൻ ഇന്ന് ലോകത്ത് വലിയൊരു നല്ല ബിസിനസ്മാനാണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യണതാണ്. റിയൽ എസ്റ്റേറ്റിൽ 7 രാജ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി എന്നാണ് കമ്പനിയുടെ. കറക്റ്റ്. നമ്പർ 7 എസ്റ്റേറ്റ് ഏജൻസിന് ആദ്യമായിട്ട് തുടങ്ങി. പിന്നെ ഈ പേര് ഒരു 7 രാജ് എന്ന് ആയപ്പോൾ പിക്ചറിന് വേണ്ടിയിട്ട് പേര് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എന്താക്കി അന്ന് മുതൽ 7 രാജായിട്ടാണ് ഇപ്പോൾ ഫുൾ ത്രൂഔട്ട് ബാംഗ്ലൂരും പിന്നെ വേൾഡ് വൈഡും ഞാൻ റെക്കഗ്നൈസ് ആയിട്ട്. ഇപ്പൊ എന്തൊക്കെയാണ് റിയൽ എസ്റ്റേറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിയൽ എസ്റ്റേറ്റിൽ ചെയ്യുന്നത് ഈ വാടക വീടാണ് കൂടുതൽ. പിന്നെ കമേഴ്ഷ്യൽ ബിൽഡിംഗ്, എന്ത് ലാൻഡ് ഡീലിംഗ് ആയാലും ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വൺലി കമ്മീഷനാണ് ഞങ്ങൾ മേടിക്കാറുള്ളത്. മാർജിൻ വെച്ചോ കള്ളം പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഡീലിംഗ് ഇല്ല. അത് കാരണം ആൾക്കാർ കുറേ ഇഷ്ടപ്പെടും. പിന്നെ അച്ഛൻ ഇങ്ങനത്തെ ഒരു പേര് വെച്ച കാരണം എനിക്ക് കള്ളം പറയാൻ അറിയത്തില്ല. കാരണം ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട് ഏജൻസി, അവരുടെ പേര് ഇഷാദ് എന്ന് പറഞ്ഞ് ഒരു ഇതാവും. അതേപോലെ എത്രയോ ഇഷാദ് ഉണ്ട്, ജോസഫ് എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ 7 രാജ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആളാണ് ത്രൂ ഔട്ട് വേൾഡ്. എൻ്റെ പേര് ഞാൻ വിളിക്കുമ്പോൾ ആൾക്കാർ ഹലോ 7 രാജ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ എന്ത് വെച്ചാൽ ഞാനും സംസാരിക്കും അങ്ങനെ പബ്ലിസിറ്റി ആവും. അപ്പോൾ അതേപോലെ ഞാൻ ഒരു ചീത്ത ആളായ ആരും സംസാരിക്കില്ല, എൻ്റെ പേര് ചീത്തയാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഓണസ്റ്റായിട്ട് ഞങ്ങൾ ദൈവം 1 രൂപ കൊടുക്കുന്നത് അത് കൊടുത്തേ കൊടുക്കും. അത് കള്ളം പറഞ്ഞിട്ട് മേടിക്കണമെന്ന് എനിക്കില്ല. കാരണം ഇവിടെ ഉള്ള എല്ലാവർക്കും 7 രാജ് എന്ന് പറയുന്ന ആളിനെ അറിയാം. കാരണം ഞങ്ങൾ ഇവിടെ വന്നു വെച്ചപ്പോൾ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ സത്യസന്ധമായി പറയുകയാണ്, നിങ്ങൾ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ അവിടെ അന്വേഷിച്ചാൽ മതി, ദേ വിൽ ഡയറക്റ്റ് യു എന്ന് പറയുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ പേര് വളരെ പബ്ലിസിറ്റിയാണ്. കറക്റ്റാണ്. അത് ഏതെല്ലാം രീതിയിൽ ഒരുപക്ഷെ ആൾക്കാരെ തമാശ രീതിയിലെടുക്കാം, സത്യസന്ധ വളരെ വളരെ ഒരു ആശ്ചര്യം പോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരാൾ എന്താ വൈറ്റ് ആൻഡ് റെഡ് എന്നുള്ള ഒരു വ്യത്യസ്തത കൊണ്ട് നോക്കാം, ഒരുപക്ഷെ അത്ഭുതം പോലെ നോക്കാം. ഏതിലാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്? കാരണം എന്താ അറിയുക, ഇത് ഞങ്ങളുടെ സിദ്ധാശ്രമത്തിൻ്റെ റൂൾസ് എല്ലാം വൈറ്റ് ഡ്രസ്സ് ഇടണമെന്ന് ചെറുപ്പം മുതൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ എന്തിനാ ഒരു വലിയ ആളാവാൻ പാടില്ല ലോകത്ത്. അങ്ങനെ എന്ത് ചെയ്തു, ചെറുപ്പം മുതൽ ഈ MGR എന്ന് പറയുമ്പോൾ MGRയുടെ ഒരു ഫാനായിരുന്നു ഞാൻ. MG രാമചന്ദ്രൻ തമിഴ്നാടിൻ്റെ ഒരു വലിയ ആക്ടറായിരുന്നു പുള്ളി. ഒരു ഗ്ലാസും പിന്നെ ഒരു ടൊപ്പി ഇട്ടാൽ ചെറിയ കുട്ടീനെ ചോദിച്ചാലും MGR എന്ന് പറയും. അപ്പോൾ അതുപോലെ ഞാൻ എന്തിനാ അങ്ങനത്തെ ഒരാളാവാൻ പാടില്ലെന്ന്, എനിക്കൊരു ഐഡന്റിറ്റി വേണം എന്തെങ്കിലും ഒരു രീതിയിൽ, ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യണമെന്ന്. ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി ഒരു കണ്ണാടി, റൗണ്ട് കണ്ണാടിയും പിന്നെ ഒരു ഷാൾ ഇട്ട ഏത് കുട്ടിയുടെ അടുത്ത് ചോദിച്ചാലും മഹാത്മാഗാന്ധി എന്ന് പറയും. അപ്പോൾ ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹം. അപ്പോൾ റെഡ് കോട്ടും വൈറ്റ് ഷർട്ടും ഇൻസൈഡ് ചെയ്ത് ഒരു ഗ്യാപ്പും റെഡ് കളറും റെഡ് മൊബൈലും കയ്യിൽ വെച്ചാൽ അത് 7 രാജാണ്. തീർച്ചയായിട്ടും ഒരേ ഒരു ആൾ 7 രാജ് വേൾഡിൽ. ഐ ക്യാൻ ചാലഞ്ച് യു ടുഡേ, ഐ ആം ദ ഓൺലി പേഴ്സൺ ത്രൂ ഔട്ട് വേൾഡ് called 7 Raj, and throughout world I am the person is wearing red and white always. ഇതെന്താ അറിയോ, ആൾക്കാരിന് ഒരു ഐഡന്റിഫിക്കേഷനാ. ഞാൻ എവിടെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഇങ്ങനെ പോകുമ്പോൾ താങ്കളെ തിരിച്ചറിയുമല്ലോ? തീർച്ചയായും ഇവിടുത്തെ മാധ്യമങ്ങൾ ആൾക്കാർ തമാശ എന്തെന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ നിർത്തി ഫോട്ടോ എടുക്കും, പിന്നെ വീഡിയോ എടുക്കും. ആരാധകരും കൂടുതലാണ്. കാരണം ഇയാൾ എന്താ ചെയ്യണത്, ഇയാളുടെ ഇതെന്താ റെഡ് ആൻഡ് വൈറ്റ്, ഇത് എല്ലാവരും ഇത് ചെറുപ്പ കുട്ടി മുതൽ മോളുടെ സ്കൂളിൽ പോയാലും ഇത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രിക്കറ്റ് നടക്കണേ, ഈ വലിയ ക്രിക്കറ്റിൽ എത്ര കോടി ആൾക്കാരുണ്ട്, എത്ര ലാക്സ് ടുഗദർ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് ഉണ്ട് ടക്കെന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്യും. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ലൈഫിൽ. വളരെ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ വൈറ്റ് ഡ്രസ് ആയിരുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞു വളരെയധികം. കാരണം ഈ പിക്ചർ കണ്ടു, ദീക്ഷയൊക്കെ വളർത്തി, വളരെ മുടിയൊക്കെ വളർത്തി, ഒരു സന്യാസം എന്ന രീതിയിലായിരുന്നു ചെറുപ്പം. അത് കഴിഞ്ഞ് വേഷം പഞ്ചാബിയുടേതായി, കറക്റ്റ്, പിന്നെ മാറി. ഇതെങ്ങനെയാണ് ഈ ഒരു വ്യതിയാനം? ഇല്ല, ഇത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രമത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തെന്ന് പറഞ്ഞാൽ മുടി വെട്ടാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ലെന്ന്. ഇതാണ് സിദ്ധാശ്രമത്തിൻ്റെ റൂൾസ് ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഈ പൂജാരികൾ ഇപ്പോൾ ഈ മുടിയൊക്കെ വിട്ടിട്ട് പോയപ്പോൾ അവർ വിട്ടില്ല സ്കൂളിൽ.
അപ്പോൾ അച്ഛന് വലിയ വിഷമമായി, എന്താ എൻ്റെ മക്കളിന് ഇത്ര ഇതായിട്ട് ചെയ്യേണ്ട അയക്കേണ്ട സ്കൂളിന്. അപ്പോൾ അച്ഛന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു സർദാർജി ആയിരുന്നു പുള്ളി. അപ്പോൾ രാമലിംഗം നീ ഒന്ന് വിഷമിക്കണ്ട, നീ ചെറുപ്പം മുതൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സർദാർജി ആയിട്ട് പോയി കെട്ടി അയച്ചാൽ സ്കൂളിൽ ഒരു ഒബ്ജെക്ഷൻ ഇല്ല. അന്ന് മുതൽ ഒരു 25 വർഷം ഞങ്ങൾ മലയാളി സർദാർജി ആയിട്ട് ബാംഗ്ലൂരിൽ ജീവിച്ചുകൊണ്ട് അച്ഛനും ഒരു സർദാർജി പോലെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് സത്യം. ഇതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു പക്ഷേ താങ്കളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അച്ഛനായിരിക്കും. തീർച്ചയായിട്ടും. കാരണം അച്ഛനെ പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റാണ് അച്ഛൻ. ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ട് എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇതൊരു പ്രൗഡ് ഓഫ് എന്നുള്ള മനസ്സിലൊരു അഭിമാനത്തോടെ അത് എൻ്റെ അച്ഛൻ എനിക്ക് നൽകിയത് എനിക്കൊരു ഡിഗ്നിറ്റിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ താങ്കൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച അങ്ങനത്തെ ഒരു അച്ഛന് ജനിച്ചത് വലിയ ഇതാ. അച്ഛൻ ഇങ്ങനത്തെ ഒരു പേരിട്ടത് അത് വലിയ അച്ചീവ്മെൻ്റാണ്. ഏത് മക്കളായിരുന്നു ഈ പേരിന് ഉപേക്ഷിക്കും, പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ ഇട്ട പേരിന് ഒരു നല്ല ഇതാക്കണം. പക്ഷെ എൻ്റെ അച്ഛൻ എന്തോ എനിക്ക് അങ്ങനത്തെ ഒരു പേരിട്ടു. നിങ്ങൾക്ക് എൻ്റെ മക്കളുടെ പേരറിയണോ? ഞാൻ ഇട്ട പേരെന്താ അറിയോ? എൻ്റെ അച്ഛൻ നമ്പർ 7 എന്ന് പേരിട്ടു. എൻ്റെ മോന് അവൻ്റെ പേരെന്താ അറിയോ? ഭരത്. ഇല്ല, സന്തോഷമായി ഇട്ട പേരെന്താ അറിയോ? അവൻ്റെ പേര് ഇന്ത്യൻ രാജ് എന്നാ, മോളുടെ പേര് ഇന്ത്യൻ റാണി എന്നാ. എൻ്റെ അച്ഛൻ നമ്പർ 7 എന്ന് ഇട്ടു.